നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ആദ്യമേ ഓടിയെത്തുന്നത്? അല്ലെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് തോട്ട് എന്താണെന്നുള്ളത് അറിയാം. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്കിവിടെ 2 കാർഡ്സ് ചൂസ് ചെയ്യാം. കാർഡ് നമ്പർ 1 ആൻഡ് കാർഡ് നമ്പർ 2. ഈ 2 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ഏസ് ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല നിങ്ങളുടെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പരസ്പരം കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം കാർഡ് നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കാർഡ് നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കണക്ഷൻ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് തന്നെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് അപ്രോച്ച് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലവിലുള്ളത്. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവരെ ചിലപ്പോൾ തളർത്തി കളയുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു മാറി മറയുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിലൊക്കെ പോകാൻ സാധ്യത കൂടുതലായിരിക്കും ഈ ഒരു എനർജി ചൂസ് ചെയ്തവർക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്തത് ഏത് പയലാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവുന്നതിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക.